കൊണ്ട് തന്നെ നന്ദൻ പ്രതികാരദാഹിയായൊരു ദുരാത്മാവായി മാറി. ഭ്രാന്തമായൊരാവേശത്തോടുകൂടി അവൻ തറവാട്ടിലേക്ക് കുതിച്ചു. കൂരിരുട്ടിൽ ആ വലിയ തറവാട് ഒരു പ്രേതാലയം കണക്കെ മാറിയിരുന്നു. നന്ദൻ്റെ സാമീപ്യത്തിൽ തറവാടിലേക്കുള്ള ലൈറ്റുകൾ വൈദ്യുതിയില്ലാതെ തന്നെ മിന്നുവാൻ തുടങ്ങി. നന്ദൻ്റെ ഓരോ ചൂടിലും തറവാട് വിറകൊണ്ട് ചങ്ങലകൾ കൂട്ടമായി വലിച്ചെടുക്കുന്ന പോലൊരു ശബ്ദം തറവാട്ട് ഭിത്തിയിൽ നിന്നും മുഴങ്ങി നിന്നു. തറവാട്ടിൽ ഇത്രയൊക്കെ സംഭവവികാസങ്ങൾ അരങ്ങേറിയെങ്കിലും ഭദ്രയെ മുറിവിട്ട് പുറത്തിറങ്ങുവാൻ അനന്തൻ വിലക്കിയിരുന്നു. തൻ്റെ മുമ്പിൽ അരങ്ങേറിയ കാഴ്ചയുടെ നടുക്കവും അമ്മയുടെ മരണവും പൂർണ്ണമായി തളർത്തിയ ലക്ഷ്മി ഭദ്രയുടെ അടുത്തേക്ക് കട്ടിലിൽ തളർന്നു കിടക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് നിന്നും മാറരുതെന്ന് ഭദ്രയെ ചട്ടം കെട്ടിയാണ് അനന്തനും നാരായണനെയും ആശുപത്രിയിലേക്ക് പോയതെന്ന്